നമസ്കാരം. നമ്മളെല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു ചെടി ഉണ്ടാവുമല്ലേ, അഡീനിയം എന്ന് പറയുന്നത്. നമ്മൾ നഴ്സറിയിൽ ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഇഷ്ടത്തോടെ വാങ്ങിച്ച് വെക്കുന്നതാണ്. നഴ്സറിയിൽ നിൽക്കുമ്പോൾ പൂത്ത് നിൽക്കുന്ന അതേപോലെ പൂക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ഈ ചെടി നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റും, പ്രൂൺ ചെയ്ത് നല്ല ബുഷാക്കി നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതെങ്ങനെ പ്രൂൺ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നല്ല മൂർച്ചയുള്ള വൃത്തിയുള്ള തുരുമ്പൊന്നും ഇല്ലാത്ത ഒരു നല്ല കത്തി എടുക്കുക. എന്നിട്ട് അതൊന്ന് അണുവിമുക്തമാക്കണം. നമുക്ക് കയ്യിൽ സ്പിരിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് കത്തിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. സ്പിരിറ്റ് ഇല്ലെങ്കിൽ കുറച്ച് ഡെറ്റോൾ ആയാലും കുഴപ്പമില്ല. ചെടിയുടെ ശിഖരം മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് വെച്ച് ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അഡീനിയം ചെടി നല്ലോണം പൂവിടാനായിട്ട് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാണ് നല്ല വെയിൽ കിട്ടുന്ന ഇടത്ത് വേണം ഈ ചെടി നടാനായിട്ട്. അതുപോലെ തന്നെ വെള്ളം, ഈ ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ല. ചെടിയുടെ ചുവട് പരിശോധിച്ച് വെള്ളമില്ലെങ്കിൽ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെടിയുടെ പ്രൂണിങ് അഥവാ ഈ കൊമ്പ് കോതൽ. കൊമ്പ് കറക്റ്റായിട്ട് കോതിയില്ല എന്നുണ്ടെങ്കിൽ ചെടി കോല് പോലെ അങ്ങ് ഒരുപാട് വളർന്നു പോത്തതേ ഉള്ളൂ, പൂവൊന്നും പിടിക്കില്ല. നമ്മൾ കൊമ്പ് കോതിയതിന് ശേഷം അതിന് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് ഉണ്ട്. അത് കുറച്ചൊന്ന് വെള്ളത്തിൽ ഒരു പേസ്റ്റ് പോലെ ചാലിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മെഴുകുതിരി ഒന്ന് ഉരുക്കിയിട്ട് ആ മെഴുകൊന്ന് ഉരുക്കി ഇറ്റിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ കൊമ്പ് കോതിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ തണ്ടിലേക്കൊന്നും വെള്ളം വീഴാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. DAP അഥവാ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, NPK അഥവാ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ കമ്പോണൻസ് അടങ്ങുന്ന വളമാണ് ഇത് രണ്ടും. പെട്ടെന്ന് ഒരുപാട് പൂ പിടിക്കാനായിട്ട് നമ്മുടെ നഴ്സറികളിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു വളമാണ് ഈ രണ്ടും. അപ്പോൾ ഈ വളം ചേർക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തൊട്ടടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നഴ്സറി നിൽക്കുന്ന അതേപോലെ തന്നെ ഒരുപാട് പൂ ആയിട്ട് ഈ അഡീനിയം ചെടി നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഞാനീ പറഞ്ഞത് രണ്ടും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് വളരെ നന്ദി.